നിസ്കരിച്ചിരുന്ന് ദ്വാരക്കണക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. അള്ളഹാനോട് അപ്പൊ അള്ളഹാനോട് ദ്വാരക്കരുത് ഇപ്പൊ നമ്മളല്ല പറയണ്ടേ, ആരാ? മുജാഹിദുകളാണ് ഈ പറയുന്നത്. ഓല് പറയാണ് കൂട്ടമായി റബ്ബനാത്തിന, അള്ളഹാനോട് പറയാണല്ലോ റബ്ബനാത്തിന ഫിദ് ദുനിയാ ഹസന, നിസ്കരിച്ച ശേഷമുള്ള കൂട്ടപ്രാർത്ഥനക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ്. കേട്ടോളി ഇവിടെ എത്തിയപ്പോ പറഞ്ഞു ഈ സമുദായത്തെ പറ്റിച്ചു. ഇതൊന്നും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയല്ല. പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും തൂക്കത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമല്ല കുനൂത്തിന്റെ ഉള്ളിലല്ലേ, അതൊന്ന് മനസ്സിലായിക്കോളി, നല്ലതാണ്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത് ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNMന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്ത് ഒരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാൻ സൗരിയാണ്. പാച്ചക്കള്ളല്ലായിരുന്നു. ഞാൻ ഒരൊറ്റ ചോദ്യം, ഒരാൾ വ്യഭിചരിക്കുന്നു, ഒരാൾ നിസ്കാരത്തിന് ശേഷം ദ്വാരക്കുന്നു, ആ വ്യഭിചാരമാണ് അവിടെ നല്ലത് എന്ന് ഞങ്ങളുടെ നേതാവ് സുഫിയാൻ സൗരി പറഞ്ഞ ഒരൊറ്റ ഇബാറത്താണ് കാണിച്ചാണ്ടല്ലോ, ഞങ്ങൾ ഒന്നായിട്ട് മുജാഹിദോ. അതല്ലേ പച്ചക്കള്ളം. നേരത്തെ 5 മൗലൂദാന്ന് പറഞ്ഞായി അല്ലേ? അപ്പൊ അങ്ങനെ സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല, കളവാണത്. എന്നാ കേട്ടോ, മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പതിവെന്താണെന്നറിയോ? എന്താ കേട്ടോ, അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഇമാം തബ്റാനി ഉദ്ധരിച്ച ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കരിച്ച് ഞങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു, അങ്ങനെ കൂട്ടമായി ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഈ സ്വായിനാ വമുദ്ദിനഹ. വളരെ വ്യക്തമായി ദുആ ചെയ്ത സംഭവം ഇമാം തബ്റാനി ഉദ്ധരിച്ചു. ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം ഹൈസമി തന്റെ മജ്മുഉ സവാഇദിൽ പറഞ്ഞു. അപ്പോൾ അത് റസൂലുള്ളാഹിയുടെ പതിവാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ചോദ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ഉത്തരം പ്രസക്താക്കിയിട്ടില്ല. ഒരു മിനിറ്റ്, ആളുകാർ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ വിളി കഴിഞ്ഞു പോയ സലഫികളോ, അതായത് സഹാബികളോ താബിങ്ങളോ തബഉ താബിങ്ങളോ, ആരെങ്കിലും ഒരു സഹാബി ഇത് കേൾക്കുമല്ലേ, അതായത് ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹു അല്ലാത്ത അള്ളാഹുവിന്റെ ഔലിയാക്കൾ അമ്പിയാക്കളെ വിളിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? അതാണ് ചോദ്യം. അതാണ് ഇവിടെ പരിപാടി തുടങ്ങിയപ്പോഴുള്ള ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി തന്നില്ല. ചോദ്യം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. അല്ല, ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ. ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട്, ആ ഹദീസിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടോ താബിങ്ങളോടോ തബഉ താബിങ്ങളോടോ ഇനി വരുന്ന മനുഷ്യരാശിയോടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ സഹായാഭ്യർത്ഥന നടത്തിക്കൊള്ളൂ എന്ന് പ്രമാണത്തിന്റെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടില്ല. യാമനാളേക്ക് അത് സാധിക്കുകയില്ല. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, സംഗതി എന്താ സംഗതി അറിയോ? മൂപ്പർക്ക് ഒരു കാര്യത്തിന് ബേജാറുണ്ട്. എന്താ മൂപ്പര് വരെ തെളിയിക്കാൻ പറഞ്ഞെന്താ? ഒരു നബിയോടും ചോദിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് മൂപ്പര് വന്നത്. പക്ഷേ അത് ബാത്തിലായി. എന്റെ മൗലവി, ഇത് വരുന്നത് ഞങ്ങൾ സുന്യാൾ എത്തിക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് തെളിവ് കിട്ടുന്ന ഉറപ്പാണല്ലോ. പിന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം എന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗത ഖാലല്ലാഹു അസ്സ വജൽ ലാ തുസ്മിഉൽ മൗത. അതൊക്കെ മുജാഹിദുകള് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വീകരിച്ചോളി. ഞാനീ പറയാണ്. കാരണം എന്താ? ഞങ്ങൾ നല്ല മനസ്സോടെയാ പറയുന്നത്. നിങ്ങളെ ഓഡിയൻസ് ക്ലിപ്പൊക്കെ വരും ഉണ്ടായിരിക്കും. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നമ്മൾ മറുപടി പറഞ്ഞപ്പോ ഓൽക്ക് സ്വീകരിക്കാൻ. കാരണം അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗത. ഹൃദയം സത്തുപോയ ആളുകളുണ്ടാവും, ഓല ഹൃദയം അത് സത്യത്തിന് തൊട്ട് അല്ലാഹു മൂടിയിരിക്കുകയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാതെ ഇവരാദ്യം ചോദിച്ചത് എന്താ? ഏതെങ്കിലും ഒരു നബി തേടിയിട്ടുണ്ടോ? അതിനല്ലേ നമ്മൾ പറഞ്ഞു പച്ച മലയാളത്തിൽ ഈസാ നബി വന്ന് തേടിയത്. എല്ലാവർക്കും തിരിഞ്ഞതുമാണ്. അപ്പൊ എന്റെ സുഹൃത്തിനുള്ള ആ മനോവശമം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. ഒരു പ്രശ്നമില്ല, അല്ലാഹു ഹിദായത്ത് നൽകട്ടെ എന്നേ ആ വിഷയത്തിൽ പറയാനുള്ളൂ. വേറെ വല്ലതും ചോദിക്കാണെങ്കിൽ പ്രസക്തമായ വല്ല ചോദ്യം ദിവസം ചോദിക്കും. പിന്നെ കൊടി വീശുന്നതിനൊക്കെ പറ്റിയിട്ട് എന്താണ് പറയണോ? ഇല്ല. അപ്പൊ അതൊരു പ്രസക്തമായ ചോദ്യം. ഖബറിന്റെ സമീപത്ത് അതിന്റെ മറുപടി പ്രിയപ്പെട്ട സുഹൃത്തെ എന്താ പറയാനുള്ളതെന്നറിയോ? ഒരു വസ്തു
ഔലിയാക്കളുടെ ഖബറിന്റെ സമീപത്തോ അല്ലെങ്കിൽ ഔലിയാക്കളുടെ സമീപത്തോ ഉണ്ടായാൽ അതിനൊരു ബർക്കത്തുണ്ടോ? തീർച്ചയായും ബർക്കത്തുണ്ടാവും, ഒരു തർക്കമില്ല. അപ്പൊ ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് ഔലിയാക്കളുടെ സമീപത്തുള്ള തുണിയൊക്കെ നമ്മൾ ശരീരത്തിൽ വെക്കുന്നത്. ഏതുപോലെ മഹാനായ നബിയുല്ലാഹി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായാണല്ലോ യാക്കൂബ് നബിക്ക് കൊടുത്തയച്ചത്. അപ്പൊ യാക്കൂബ് നബിന്റെ മുഖത്തങ്ങൾ ഇട്ടപ്പോ കാഴ്ച തിരിച്ചു വന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ കുപ്പായത്തിന്റെ ബർക്കത്താണ്. കുപ്പായത്തിന് എങ്ങനെ ബർക്കത്ത് കിട്ടിയത് എന്നറിയോ? യൂസുഫ് നബിന്റെ ശരീരവുമായി തട്ടി എന്നുള്ളതാണ്. അപ്പൊ നബിമാരുടെ ശരീരവുമായി ബന്ധപ്പെട്ടത് അതുമായി സ്പർശിച്ചതിന് ബർക്കത്ത് ഉണ്ടാവുന്നതിന്റെ ഒന്നാമത്തെ തെളിവ് അതന്നെ. അതെന്തായി? ഈ ഔലിയാക്കൾ അവർ മഹാന്മാരാണ്. അവരെ ഖബറിൽ എപ്പോഴും അവർ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയാണ് ഔലിയാക്കളുടെ ഖബറൊക്കെ. അപ്പൊ അവിടെയുള്ള തുണിക്ക് അവരെ ബർക്കത്ത് കിട്ടുകയാണ്. അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല. ഇത് അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇസ്മാഇലുൽ ഹഖി അൽ ബറൂസവി തന്റെ റൂഹുൽ ബയാനിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. നെഞ്ഞത്ത് കയ്യത്ത് കിട്ടുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താ ചോദിച്ചാലേ, ഞാൻ അതിന് സാധാരണ പറയും, ഈ ചില ആളുകൾ നിസ്കരിക്കുമ്പോൾ ഓലെ തുടരത്തിന് ശേഷമുള്ളവർക്ക് മനസ്സിലാണല്ലോ. കാരണം നമ്മളെ മുജാഹിദാണോ സുന്നി അറിയാൻ എല്ലാവരും തുടരും. അപ്പൊ ആദ്യം തന്നെ അള്ള ചെയ്തൊരു പണിയാണ് അല്ലാഹു അക്ബർ. അപ്പോ അപായം തുടരരുത് എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടി പോലും അങ്ങനെ കെട്ടുകയാണ്. അല്ലാതെ അതിന് യാതൊരു തെളിവുമില്ല. നബിതങ്ങൾ കൈ കെട്ടിയത് എവിടെയാണ്? റസൂലുള്ളാഹിന്റെ നെഞ്ചിന്റെ താഴെയാണ്. ഒരു തർക്കവും അതിലില്ല. അതിന് ഏത് ഹദീസാ തെളിവ് എന്നറിയങ്ങൾക്ക്? നബിതങ്ങൾ ഇവർ പറയുന്ന ഹദീസ് തന്നെ അതിന്റെ തെളിവ്. ഏത്? അല്ലാഹുവിന്റെ റസൂൽ അവിടത്തെ കൈവച്ചു അലാ സദരിഹി. അലാ സദരിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? അലക്ക് ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ നെഞ്ചിന്റെ അരികെ വെച്ചു എന്നാണ്. അത് ആരാ പറഞ്ഞത്? ഇമാം നബവി തന്റെ ശറഹുൽ മുഅദ്ദിൽ പറഞ്ഞു. ഇവരെ അലക്ക് ആകെ ഒരു അർത്ഥേ പഠിച്ചുള്ളൂ. അബുന്ന് പറഞ്ഞാൽ വാപ്പാന്ന് മാത്രം പഠിച്ചിങ്ങനെ നടക്കുകയാണ്. അതിന് എളാപ്പാന്ന് അർത്ഥമുണ്ട്. അത് കുറച്ചുകൂടി അപ്പുറത്തെത്തേരെ പഠിക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചിട്ടില്ല. അലക്കൊരു മേൽ എന്നുള്ള അർത്ഥം. അത് മാത്രമല്ല വലാ തഖുമ്മല ഖബരിഹി, കബന്റെ മുകളിൽ നിൽക്കരുത് എന്നല്ല, കബന്റെ സമീപത്ത് നിൽക്കരുത് എന്ന് അതിന്റെ അർത്ഥം. അതൊക്കെ എല്ലാവർക്കും അറിയാം. അവര് അതിന്റെ മേലിലിരുന്ന് പറഞ്ഞാൽ അതിന്റെ സമീപത്തിരുന്നു. അപ്പൊ അലക്ക് സമീപം ഇരുത്ത് നടത്തണ്ട്. അപ്പൊ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇമാം നബവി പറഞ്ഞു, കൈ കെട്ടേണ്ടത് എവിടെയാണ്? ഫൗഖ സുറത്തിഹി വതഹ്ത സദ്രിഹി, അവന്റെ നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ. ഇതെല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു കെട്ട് മുസ്ലിം സമൂഹത്തിന് മുമ്പ് ഇല്ലേ ഇല്ലേ ഇല്ല. ഇങ്ങനെ കാണിച്ചു തരികയാണെങ്കിലല്ലേ? ഇല്ല. ഷൗക്കാനിക്ക് മുമ്പ് ഒരാളും അത് പറഞ്ഞിട്ടില്ല. പ്രമാണമാണ് ഈ പറയുന്നത്. ഖണ്ഡിക്കാനുണ്ടെങ്കിൽ ഖണ്ഡിക്കാം. ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയാ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്ന പ്രമാണം വളരെ നല്ല മാന്യമായി നിങ്ങൾ ഈ പറയുന്ന ഉത്തരം ഉൾക്കൊള്ളുക. ഉൾക്കൊണ്ട് സുന്നത്തിയമായത്തിലേക്ക് തിരിച്ചു വരിക. ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കൂട്ടാനല്ല, ആഖിറത്തിൽ കൈകടിക്കണ്ട. ആഖിറത്തിലെത്തുമ്പോ യാ ലൈതനീ കുന്തു, യാ ലൈതനീ ഞാൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, കുന്തും യാ ലൈതനീ കുന്തു മഅഹും ഫഅഫൂസ ഫൗസൻ അദീമ, ഞാൻ സുന്നിയാളെ കൂടാണെങ്കിൽ വലിയ വിജയം ഉണ്ടായിരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ നന്നായിക്കോളി, ഞങ്ങൾ പറഞ്ഞുതരാണ് വ്യക്തമായി. ഈ ജനങ്ങളെ സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് മഹ്ശറയിൽ ഞങ്ങൾ വരുമ്പോ ഞങ്ങളെ റബ്ബിന്റെ സമീപത്ത് വെച്ച്, അതേ ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഞങ്ങൾക്ക് ജീവൻ തന്ന റബ്ബ്,